പെണ്ണ് കെട്ടാൻ നേരത്തെ പെണ്ണ് കാണാൻ പോയ അനുഭവം എങ്ങനെയായിരുന്നു? പെണ്ണ് കെട്ടിയ അനുഭവം? അതെ, പെണ്ണ് കെട്ടിയ അനുഭവം എന്ന് പറഞ്ഞാല് ലോറിയിൽ ഓടിക്കാൻ ഈ അന്ന് സ്വന്തം വണ്ടിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അന്നേരം ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ തൊട്ടടുത്ത് തന്നെ സ്റ്റാൻഡിലിട്ടാണ് ഓടുന്നത് വണ്ടി. സ്റ്റാൻഡിലിട്ട് ഓടിക്കുമ്പോൾ ഒരു ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് വീട്ടിൽ വരിക. അമ്മ പറഞ്ഞ്, നീ ഒരിടത്ത് നിനക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടാവും, ഒരിടത്തുനിന്ന് പോകണം. എവിടെ പോകണം? അത് നീ നിൻ്റെ മാമൻ്റെ കടയിൽ ചെന്നാൽ മതി, അവിടെ ഒരാൾ വരും, അയാളുടെ കൂടെ നീ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. ഓ ശരി, അങ്ങനെ പോയി. ആദ്യമായിട്ട് പെണ്ണ് കാണാൻ ഇറങ്ങിയതാണ്. അവിടെ ചെന്ന് പെണ്ണ് കണ്ട് പോരുന്നു. അന്നേരം അവർക്ക് പെണ്ണിന് രണ്ടാങ്ങളമാരും ഒരു ചേട്ടത്തിയും അച്ഛനും അമ്മയും. രണ്ടാങ്ങളമാരും, ഒരാൾ ഗൾഫിലായിരുന്നു ആ കാലഘട്ടത്തിൽ, ഒരാൾ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്നേരം അവർക്ക് ഡ്രൈവർമാരെ അത്ര താല്പര്യമല്ല, ഡ്രൈവർമാരുടെ താല്പര്യമല്ലായിരുന്നു. പിന്നെ ഇത് അന്നേരം വീട്ടിൽ വന്നപ്പോൾ ചേട്ടൻ ചോദിച്ചു, അങ്ങനെ എന്നൊക്കെ ചോദിച്ചായിരുന്നു, പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. സംസാരിക്കും. പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ച് അത് അങ്ങനെ ആദ്യമായി കണ്ട പെണ്ണിനെ തന്നെ ഞാൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് ഞങ്ങൾ സുഖമായിട്ട് ഇപ്പോഴും 25 ഡിസംബർ 6 എൻ്റെ കല്യാണം നടന്നത്. 25 വർഷം, ഇപ്പം 25 വർഷം കഴിഞ്ഞ്. 2000-ലായിരുന്നു, ഡിസംബർ 6, 2000-ലാണ് എൻ്റെ കല്യാണം നടക്കുന്നത്. ഇപ്പം 25 വർഷം കഴിഞ്ഞു. അതിനകത്ത് ദുഃഖങ്ങളും മറ്റ് സന്തോഷങ്ങളും എല്ലാം ഉണ്ട് അതിനകത്ത്. പക്ഷെ ഇപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പൊ ഈ കപ്പിത്താൻ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, കപ്പിത്താൻ എക്സ്പോർട്ടിങ്, അവിടുത്തെ അനുഭവം എങ്ങനെയാണ്? അവിടുത്തെ മുതലാളിയും അവിടുത്തെ ജോലിക്കാരും അവിടുത്തെ മാനേജ്മെന്റൊക്കെ എങ്ങനെയാണ്? അവിടുത്തെ മാനേജ്മെന്റിനൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ കപ്പിത്താൻ മുതലാളി എന്ന് പറയുന്നത് ആ മുഖത്ത് നോക്കി നമുക്കൊന്നും അത്ര പെട്ടെന്ന് ഒരാളും അങ്ങനെ ചെന്ന് മുഖത്ത് നോക്കി ഒന്നും പറയത്തില്ല. അതാ സ്റ്റൈൽ അതാണ്. എന്നെ സംബന്ധിച്ച് 5 കൊല്ലത്തോളം ഞാൻ ആ കമ്പനിയിൽ ഓടിയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഡ്രൈവർമാരെ ഒന്നും പറയത്തില്ല. പണ്ട് ആരാണ്ട് എൻ്റെയൊക്കെ പറഞ്ഞു കേട്ടതാണ്. കാരണം പറഞ്ഞു കേട്ടതല്ല, ചെവിയിലും കേട്ടിട്ടുണ്ട്. കാരണം ഡ്രൈവർമാരെ ഈ റോഡ് സൈഡിലൊന്നും കിട്ടത്തില്ല. അത് സൂപ്പർവൈസർമാരൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ഡ്രൈവർമാരുടെ മുമ്പിലൊന്നും കൂടുതലൊന്നും പറയുകയൊന്നും വേണ്ട, ഡ്രൈവർമാരെ റോഡ് സൈഡിലൊന്നും കിട്ടത്തില്ല, അത് അവരുടെ കാര്യം അവരങ്ങ് കൃത്യമായി ചെയ്തോളും. അങ്ങനെ അങ്ങനെയുള്ള ഒരു സ്വഭാവ രീതിയാണ്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പറ്റിക്കാനോ എടുക്കാനോ ഈ വേറെ കിറുത്ത് പണികളൊക്കെ ചെയ്താൽ അതിന് പണിയും കൊടുത്തിരിക്കും. അത് മുതലാളി നേരിട്ട് തന്നെ അയാൾ ചെയ്യും. മുതലാളി ചെയ്തിട്ടില്ലെങ്കിലും നേരിട്ട് തന്നെ വേണമെങ്കിൽ കൊടുക്കാൻ പ്രാപ്തിയുള്ള ആളാണ്. അങ്ങനെയുള്ള എനിക്ക് വളരെ സന്തോഷമായിരുന്നു ആ ജോലിയിൽ. അന്ന് ഞാൻ അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ വിശാഖപട്ടണം, അവിടെ നിന്ന് ഇങ്ങനെ തമിഴ്നാട് മൊത്തം, പഴയാറ്, നാഗപട്ടണം, അങ്ങ് അവിടുന്ന് ഇങ്ങോട്ട് അങ്ങ് കിടക്കിയാ. ഞാനാണെങ്കിലേ ഓമനക്കുട്ടൻ അവിടുന്ന് ജോലി വിട്ടുപോയിട്ട്, കപ്പിത്താനിൽ നിന്ന് വിട്ടുപോയിട്ട് രണ്ടാമത് കപ്പിത്താനി കയറാൻ വേണ്ടി ഈ നമ്മുടെ നാഗപട്ടണം ജോർജ് എന്ന് പറയുന്ന വ്യക്തി സഹായിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. ആ സംഭവം എന്തുവാണ്? ആ സംഭവമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. കാരണം ഞാൻ സാറിൻ്റെ പറഞ്ഞത്, കാരണം ഞാൻ പിന്നെ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ പുതിയ, അതായത് വെഹിക്കിൾ മാനേജർമാർ എന്ന് പറഞ്ഞാൽ വണ്ടി അവിടെ നോക്കിയും വണ്ടിയുടെ കാര്യങ്ങൾ നോക്കുന്ന ആളുകളുണ്ടല്ലോ. അതായത് വണ്ടിയുടെ പണികളും വണ്ടി ഏത് സൈറ്റിലേക്ക് പോകണം, അത് ആര് പോകണം എന്നൊക്കെ നോക്കുന്ന സൂപ്പർവൈസർ ഒരാൾ പോലെ അവിടെ വെഹിക്കിൾ മാനേജർ എന്നാണ് ഞങ്ങൾ വിളിച്ച് സംഭാവന ചെയ്തുകൊണ്ടിരുന്നത്. കാലഘട്ടമായിരുന്നു. അപ്പം ഞാൻ ആദ്യം ചെന്നപ്പോൾ ഒരു വെഹിക്കിൾ മാനേജർ ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു പേരാണ്, ഞാൻ പേരങ്ങ് മറന്നുപോയി. പിന്നെ ഞാൻ ഈ 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ
വെഹിക്കിൾ മാനേജർ മാറി. വെഹിക്കിൾ മാനേജരും എല്ലാ പൊസിഷനും അവിടെ മാറിയായിരുന്നു. അപ്പൊ എന്നെ അത്ര കൂടുതൽ ഡ്രൈവർമാരും കൂടുതലില്ലായിരുന്നു. 1-2 ഡ്രൈവർമാർ അന്നേരം അവരോട് ഓട്ടം പോയായിരുന്നു. ഞാൻ അന്നേരം ആ വാതുക്കെ നിന്നപ്പോഴാണ് ഈ അച്ചായൻ വരുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, ജോലി ഉണ്ടോന്നാന്നോടാ, നീ അല്ലേ ജോലി ചെയ്യണ്ടേ എന്നും പറഞ്ഞ് എന്നെ വിളിച്ച് കയറ്റി ഉള്ളിൽ കൊണ്ടുവന്നു. ഉള്ളിൽ കൊണ്ടുവന്ന് അവൻ്റെ പേരെഴുതിക്കോളാനാ പറഞ്ഞു. അവൻ്റെ പേരെഴുതിയ ഒന്നും ചോദിക്കാനൊന്നും പോണ്ട ഇയാൾ, എൻ്റെ പേരങ്ങ് എഴുതുക. കാരണം ജോർജ് അച്ചായന് അവിടെ പറയാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട്. കാരണം നാഗപട്ടണത്തു നിന്ന് വരുന്ന ചരക്കെല്ലാം അങ്ങേരുടെ എയറോപ്പിലാണ് കയറുന്നത്. അത് നല്ലൊരു ഏജന്റും അവിടുത്തെ നാഗപട്ടണത്തെ ഏജന്റും അതേപോലുള്ള കാശും ഉണ്ട് അങ്ങേരെ. ഈ കപ്പിത്താൻ കമ്പനി എന്ന് പറയുന്നത് ഈ മത്സ്യവുമായി ബന്ധപ്പെട്ട എക്സ്പോർട്ടിങ് ചെയ്യുന്ന കമ്പനിയല്ലേ? പിന്നെ അന്ന് അവിടെ ഞാൻ നിന്ന് ഓടുന്ന കാലഘട്ടത്തിലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതായത് തമിഴ്നാട്, ആന്ധ്ര വിശാഖപട്ടണം മുതൽ ഇങ്ങോട്ട് പിന്നെ കന്യാകുമാരി അല്ല, അവിടുന്ന് പിന്നെ ഞങ്ങള് പഴയാറ് കയറും. പഴയാറിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ നാഗപട്ടണം, പിന്നെ തഞ്ചാവൂര്, അങ്ങനെയുള്ള എല്ലാ അവിടുന്ന് എല്ലാ രാമേശ്വരം, തൂത്തുക്കുടി ഇങ്ങനെ വന്ന് കന്യാകുമാരി അങ്ങനെ ഓരോ വണ്ടി വിടുന്ന ഓരോ സ്റ്റൈലുണ്ട്. അപ്പൊ നാഗപട്ടണത്ത് ഒരു വണ്ടി വിട്ടാൽ ആ നാഗപട്ടണത്ത് മാത്രമേ പറ്റത്തുള്ളൂ. അത്രയും മെറ്റീരിയൽ ഉണ്ട് അവിടെ അത്ര മെറ്റീരിയൽസ് ഉണ്ട്. ഒരു വണ്ടി നിറഞ്ഞ പിറ്റേന്ന് പോരിയാ വണ്ടി, അവിടെ സ്റ്റേ ഇല്ല. പിന്നെ അടുത്ത വണ്ടി വിടുന്ന പറഞ്ഞാൽ തൂത്തുക്കുടി ആയിരിക്കും. പിന്നെ അടുത്ത വണ്ടി വിടുന്നെന്ന് പറഞ്ഞാൽ കന്യാകുമാരി വിടും. കന്യാകുമാരി വിടുമ്പം പിന്നെ കന്യാകുമാരി, മുട്ടം, കൊളച്ച, വള്ളവള, പിന്നെ വിഴിഞ്ഞം ഇവിടെ വെച്ച് തീരുക. അവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി കൂടി അല്ലല്ല, അവിടെ മൊത്തം ഒരു വണ്ടി എടുക്കാൻ പറ്റത്തില്ല. അന്ന് മുട്ടത്ത് ഭയങ്കരമായിട്ട് ചരക്കുണ്ട്, ഭയങ്കര ചരക്കാ അത്. അതായത് സ്കുഡാണ് അവിടുന്ന് ഏറ്റവും കൂടുതൽ. 2 വണ്ടിയൊക്കെ ഞങ്ങൾ സ്കുഡ് എടുത്തിട്ടുണ്ട്.